നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് 3 വെള്ളി മേടം 20. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കാത്തിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. വേനൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കുക. ഉയർന്ന താപനിലയുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കനത്ത ചൂട് ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തുക. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രതിഷേധം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോടതിയിലേക്ക് വരികയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. കെജ്രിവാളിന് അത് നിർണായകമാണ്. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് 100 ന്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സൂര്യാഘാതമേറ്റ് ഇന്നലെ സംസ്ഥാനത്ത് മരിച്ചത് 2 പേർ. കനത്ത ചൂടിനെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 6 വരെ അടച്ചിടും. ജോലി സ്ഥലങ്ങളിലും നിയന്ത്രണം. തമിഴ്നാട്ടിൽ കത്തിരിവേൽ നാളെ ആരംഭിക്കും. ഏറ്റവും ചൂടേറിയ ദിനങ്ങളാകും ഇനി തമിഴ്നാട്ടിലുണ്ടാകുക. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കരൂർ പരമതിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് 44.3 ഡിഗ്രി സെൽഷ്യസ് താപനില. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നുവെന്ന് ED കോടതിയിൽ വിശദീകരിക്കും. ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. 12 സീറ്റ് വരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണി. ജയസാധ്യത വിലയിരുത്താൻ KPCC നേതൃയോഗം നാളെ. 2 സീറ്റിൽ ജയസാധ്യത കണക്കുകൂട്ടി NDAയും. അമേഠി, റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അവസാന ദിവസം വരെ സസ്പെൻസ് തുടർന്ന് കോൺഗ്രസ്. 2 മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിൽ. ബദൻവാൻ, ദുർഗാപൂർ, കൃഷ്ണനഗർ എന്നിവിടങ്ങളിലായി 3 റാലികളിൽ പങ്കെടുക്കും. ജാർഖണ്ഡിലെ സിംഗ്ഭൂമിയിലെ പൊതുസമ്മേളനത്തിലും സംസാരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിനെതിരായ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരുമാണ് ഹർജിക്കാർ. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. കോടതി ആവശ്യപ്പെട്ട പ്രകാരം മാത്യു കുഴൽനാടൻ രേഖകൾ ഹാജരാക്കിയിരുന്നു. മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെടെ 7 പേർ എതിർകക്ഷികൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സഹകരണ വകുപ്പ് മന്ത്രി. സഹകരണ രജിസ്ട്രാറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. മരിച്ച സോമസാഗരത്തിന് നൽകാനുള്ള പണം പെരുമ്പഴുതൂർ സഹകരണ ബാങ്ക് അധികൃതർ ഇന്ന് കൈമാറും. വടകരയിൽ UDF വർഗീയ ധ്രുവീകരണം നടത്തുന്നുവെന്നാരോപിച്ച് DYFI ഇന്ന് യൂത്ത് അലർട്ട് സംഘടിപ്പിക്കും. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടി DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം ഉദ്ഘാടനം ചെയ്യും. വടകര വർഗീയതയെ അതിജീവിക്കും എന്ന മുദ്രാവാക്യവുമായാണ് പരിപാടി. ജസ്ന തിരോധാന കേസിലെ തുടരന്വേഷണ ഹർജി തിരുവനന്തപുരം CJM കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജസ്നയുടെ പിതാവ് ഇന്ന് വിവരങ്ങൾ കൈമാറിയേക്കും. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നും അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി കൈമാറാമെന്നുമായിരുന്നു ജസ്നയുടെ പിതാവിന്റെ നിലപാട്. നോക്കാം ഇനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഈ മാസം 7 മുതൽ നടത്താനിരുന്ന കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് മാറ്റിവെച്ചു. വിജ്ഞാന വേനൽ എന്ന ക്യാമ്പാണ് മാറ്റിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ആലപ്പുഴ ജില്ലയിലെ സഹകരണ സംഘം ജീവനക്കാർക്കായി ഹ്രസ്വകാല പരിശീലനം നടത്തും. ഈ മാസം 14 മുതൽ 18 വരെ 5 ദിവസം ഓൺലൈനായിട്ടാണ് പരിശീലനം. 7715 അധ്യാപകർക്കായുള്ള കൈറ്റിന്റെ AI പ്രായോഗിക പരിശീലനം തുടങ്ങി. 8 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് പരിശീലനം. കൊല്ലം കലയപുരത്ത് MC റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ അധ്യാപകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് അടൂർ പാറക്കോട്ട് സ്വദേശി മണികണ്ഠൻ.
അങ്ങാടിക്കൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനാണ്. തൃശൂർ വരവൂർ പൂങ്ങോട് വനത്തിൽ വൻ അഗ്നിബാധ. കാഞ്ഞിരശ്ശേരി ഗ്രാമാതിർത്തിയോട് ചേർന്ന വനത്തിലെ അക്വേഷ്യ പ്ലാന്റേഷനിലാണ് തീ പടർന്നത്. താമരശ്ശേരി ലഹരി മാഫിയ ആക്രമണ കേസിലെ പ്രധാന പ്രതി പിടിയിൽ. അറസ്റ്റിലായത് താമരശ്ശേരി കടുക്കിലുമാരം സ്വദേശി അയ്യൂബ്. കേസിൽ 2 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ചെങ്കോട്ട, പുനലൂർ, കൊല്ലം റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. നിലവിലുള്ളത് 18 കോച്ചുകൾ. നിർത്താൻ സാധിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ മാത്രം. ബത്തേരി കല്ലൂർ പട്ടികവർഗ സഹകരണ സംഘം ഗോഡൌണിൽ വനവിഭവങ്ങൾ കെട്ടിക്കിടക്കുന്നതായി പരാതി. വനംവകുപ്പ് കടത്തുപാസ് നിഷേധിച്ചതാണ് വിഭവങ്ങൾ കെട്ടിക്കിടക്കാൻ കാരണം. തൃശൂർ പഴുവിൽ ശ്രീസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രതന്ത്രി ചെറുകുന്നത്ത് വിഷ്ണുനാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരത്ത് സംസ്ഥാന നഴ്സസ് വാരാഘോഷത്തിന്റെ ഭാഗമായി ബ്ലഡ് ഡൊണേഷൻ ചലഞ്ച് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചത് നഴ്സസ് വാരാഘോഷ കമ്മിറ്റിയും POL ബ്ലഡും സംയുക്തമായി. തൃശൂർ മാപ്രാണത്ത് ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ ഓടിച്ചിരുന്ന ചാലക്കുടി സ്വദേശി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വയറുവേദനയുമായി എത്തിയ യുവതിയുടെ വയറ്റിൽ നിന്നും 10 കിലോഗ്രാമിലേറെ ഭാരമുള്ള മുഴ നീക്കം ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും അഭിനന്ദിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോട്ടയം കൂട്ടിക്കൽ പ്ലാപ്പള്ളി റോഡ് തകർച്ചയുടെ വക്കിൽ. 100ഓളം കുടുംബങ്ങളുടെ ആശ്രയമായ റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. കൊല്ലം പത്തനാപുരത്ത് ശുഭദർശൻ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാന സെമിനാറിന് തുടക്കം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാർ പുനലൂർ രൂപത ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ഉദ്ഘാടനം ചെയ്തു. കടുത്ത വേനലിൽ ഇടുക്കി ജില്ലയിൽ കരിഞ്ഞുണങ്ങിയത് 40 കോടി രൂപയുടെ കാർഷിക വിളകൾ. 12,078 കർഷകരുടെ കൃഷിയാണ് നശിച്ചത്. ഇടുക്കി രാജകുമാരി മുട്ടുകാട് പാടശേഖരത്തിൽ സൂര്യകാന്തി വിളഞ്ഞു. പാടം കാണാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന. തൃശൂർ എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദനച്ചാർത്തിന് തുടക്കമായി. ഈ മാസം 10 വരെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ ഭക്തർക്ക് ചന്ദനച്ചാർത്തിലൂടെ ദർശിക്കാനാകും. പെരികമന ഇല്ലത്ത് മണി നമ്പൂതിരിയാണ് ചന്ദനം ചാർത്തുന്നത്. കോഴിക്കോട് നാദാപുരത്ത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഏറുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയാണ് അതിക്രമം. കടകളുടെ പൂട്ടുകൾ തല്ലിപ്പൊളിക്കുന്നതായി പരാതി. പോലീസ് ഇടപെടൽ ആവശ്യപ്പെട്ട് ഉടമകൾ രംഗത്ത്. INTUC കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം നടത്തി. ഇന്ദിരാഭവനിൽ നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജേഷ് ഊരത്ത് ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോറിന്റെ സ്കൂൾ ബസാർ പ്രവർത്തനം തുടങ്ങി. സ്കൂൾ വിപണിയിലെ മുഴുവൻ സാധനങ്ങളും ഗുണമേന്മയോടെയും വിലക്കുറവിലും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. നെടുമ്പാശ്ശേരിയിൽ ദേശീയപാതയോരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം ശക്തമാകുന്നു. അത്താണി മുതൽ കരിയാട് വരെയുള്ള ദേശീയപാതയോരത്താണ് മാലിന്യം തള്ളുന്നത്. KSRTC മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് വിനോദസഞ്ചാര സർവീസിന് തുടക്കമായി. കേരള തമിഴ്നാട് ബോർഡറായ ചതുരംഗപ്പാറയിലേക്കാണ് ആനവണ്ടിയുടെ ആദ്യ യാത്ര. രാവിലെ 6-ന് മൂവാറ്റുപുഴയിൽ നിന്ന് പുറപ്പെടും. ഏലപ്പാറ പഞ്ചായത്ത് MCFലിൽ നീക്കം ചെയ്യാൻ കഴിയാതെ കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്തു തുടങ്ങി. 22 ടൺ മാലിന്യം നിലവിൽ നീക്കിയതായി അധികൃതർ. തൊടുപുഴ നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്. അടഞ്ഞ ഓടകൾ വൃത്തിയാക്കാൻ തീരുമാനം. തൊടുപുഴ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള താലൂക്ക് തല റവന്യൂ സ്ക്വാഡ് അനധികൃതമായി മണ്ണ് കയറ്റി വന്ന 2 ടിപ്പറുകൾ പിടിച്ചെടുത്തു. വാഹനങ്ങൾ തൊടുപുഴ പോലീസിന് കൈമാറി. എരമല്ലൂർ ജംഗ്ഷനിൽ വാഹനമിടിച്ച് അപകടാവസ്ഥയിലായ മരം അപകട ഭീഷണി ഉയർത്തുന്നു. സെന്റ് ജോസഫ് ദേവാലയത്തിന് മുന്നിൽ റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ. ഇടുക്കി ഇരതോട് ആശാൻകുടി റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 2018 വെള്ളപ്പൊക്കത്തിലാണ് റോഡ് തകർന്നത്. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കൊച്ചിയിൽ യന്ത്രവൽകൃത ബോട്ടുകൾ വാടകയ്ക്ക് നൽകുന്നതിന് താൽപ്പര്യമുള്ള ബോട്ട് ഉടമകളിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയുള്ള കാലയളവിലേക്കാണ് ബോട്ടുകൾ ആവശ്യം.
വിവരാവകാശ നിയമത്തെക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് നടത്തുന്ന സൗജന്യ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. വിശദമായ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. കർഷക കടാശ്വാസ കമ്മീഷൻ സിറ്റിംഗ് ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ കൊല്ലം സർക്കാർ അതിഥി മന്ദിരത്തിലാണ് സിറ്റിംഗ്. സംസ്കൃത സർവകലാശാലയിലെ വിവിധ PG പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഈ മാസം 8 മുതൽ 16 വരെ നടത്തും. കാലടി മുഖ്യ ക്യാമ്പസിലാണ് പ്രവേശന പരീക്ഷ നടക്കുക. ഇന്നു മുതൽ അധിക സർവീസുമായി കൊച്ചി മെട്രോ. ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളി തിരുനാൾ പ്രമാണിച്ചാണ് സർവീസ് സമയം നീട്ടിയത്. കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് തസ്തികയിലെ 506 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾ UPSC വെബ്സൈറ്റിൽ. ഇനി നോക്കാം ദേശീയ വാർത്തകൾ. പൊള്ളുന്ന ചൂടിൽ പുതുച്ചേരിയിൽ ഗ്രീൻ ഷെയ്ഡ് പദ്ധതിയുമായി അധികൃതർ. ട്രാഫിക് സിഗ്നലുകളിൽ കാത്തുനിൽക്കേണ്ടി വരുന്ന ഇരുചക്ര വാഹനക്കാർക്ക് തണൽപ്പന്തൽ ഒരുക്കിയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മാതൃക. പദ്ധതിക്ക് സോഷ്യൽ മീഡിയയിൽ വൻ പ്രശംസ. പശ്ചിമബംഗാളിലെ ഡോംജൂരിലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് നേരെ വെടിവെപ്പ്. 2 പേർക്ക് പരിക്കേറ്റു. ആക്രമണം നടത്തിയത് 4 അംഗ സംഘം. ഉത്തർപ്രദേശിൽ പാമ്പുകടിയേറ്റ് മരിച്ചയാളുടെ മൃതദേഹം ഗംഗാനദിയിൽ മുക്കി കുടുംബം. ജീവൻ തിരിച്ചു കിട്ടാനെന്ന വിചിത്രവാദവുമായി ബന്ധുക്കൾ. സംഭവം ബുലന്ദ് ഷഹറിലെ അനൂപ് ഷഹർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. മഹാരാഷ്ട്രയിലെ കേന്ദ്രമന്ത്രിയും ഡിൻഡോരി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ ഭാരതി പ്രവീൺ പവാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിച്ചത് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, BJPയുടെ ഗിരീഷ് മഹാജൻ, ശിവസേനയുടെ ദാദാജി ബൂസെ എന്നിവരുടെ സാന്നിധ്യത്തിൽ. കർണാടകയിലെ യാദ്ഗിരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കുടിലുകൾക്ക് തീപിടിച്ചു. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. ആളപായം ഇല്ല. മണിപ്പൂർ സംഘർഷത്തിന്റെ 1-ാം വാർഷികം ഇന്ന്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ അടച്ചിടൽ. സംഘർഷത്തിനിടെ മരിച്ച കുക്കി വിഭാഗത്തിൽപ്പെട്ടവരെ അനുസ്മരിക്കും. വടക്കൻ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. 7 തീവ്രവാദികളുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി ജമ്മു കശ്മീർ പോലീസ്. AIUDF പാർട്ടി പ്രസിഡന്റ് മൗലാന ബദറുദ്ദീൻ അജ്മൽ ഇത്തവണയും വിജയിക്കുമെന്ന് നസറുൽ ഹസൻ. അസമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബദറുദ്ദീൻ മാത്രമാണ് ശ്രമിക്കുന്നതെന്നും 4ാം തവണയും വിജയിക്കുമെന്നും അവകാശവാദം. സംഗീത സംവിധായകൻ പ്രവീൺ കുമാർ ചെന്നൈയിൽ അന്തരിച്ചു. 28 വയസ്സായിരുന്നു. മേധഗു, രാഗതൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. ഇന്ത്യൻ ആർമിയും ബ്രിട്ടീഷ് ആർമിയും തമ്മിലുള്ള 13ാമത് ഇന്ത്യ UK എക്സിക്യൂട്ടീവ് സ്റ്റിയറിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നു. 2 ദിവസങ്ങളിലായി ലണ്ടനിലായിരുന്നു പരിപാടി. ത്രിപുരയിൽ നിന്ന് ഗുവാഹത്തിയിലേക്ക് വരികയായിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടു. 1 മരണം, 6 പേർക്ക് പരിക്കേറ്റു. അസമിലെ ദിവാ ഹസാവോയിലും ബാരക് താഴ്വരകളിലും വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും വ്യാപക നാശനഷ്ടം. നാശനഷ്ടം സംഭവിച്ചവർക്കുള്ള സഹായം ഉടൻ ലഭ്യമാക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് മഹാലക്ഷ്മി യോജനയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പ്രധാനമന്ത്രി വിഷമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. BJPയുടെ വിജയത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മഹാരാഷ്ട്ര റെക്കോർഡ് വോട്ടുകൾ നൽകും. കോൺഗ്രസിന് വോട്ടുകളിലൂടെ മറുപടി നൽകുമെന്നും പീയൂഷ് ഗോയൽ. നോക്കാം ഇനി രാജ്യാന്തര വാർത്തകൾ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഇരട്ട സ്ഫോടനം. ഒരാൾ കൊല്ലപ്പെട്ടു, 20 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും ഖനി തൊഴിലാളികളും. സ്വാതന്ത്ര്യവും നിയമവാഴ്ചയും ഉയർത്തിപ്പിടിക്കണമെന്നും സമാധാനപരമായ പ്രതിഷേധം സ്വാഗതാർഹമാണെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ. US ക്യാമ്പസുകളിലെ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് പരാമർശം. യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുന്നുവെന്ന വാർത്ത തള്ളാതെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. റഷ്യ യുക്രൈനിയൻ മുൻനിരയെ തകർക്കുകയും കീവ് അത്തരമൊരു അഭ്യർത്ഥന നടത്തുകയും ചെയ്താൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മാക്രോൺ. യുദ്ധത്തിൽ തകർന്ന ഗസയുടെ പുനർനിർമ്മാണത്തിന് $30 ബില്യൺ മുതൽ $40 ബില്യൺ വരെ ചെലവ് വരുമെന്ന് UN ഏജൻസി.
ഇതിനായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ടിട്ടില്ലാത്ത തോതിലുള്ള ശ്രമം ആവശ്യമാണെന്നും റിപ്പോർട്ടുകൾ. കെനിയയിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 188ആയി. നിരവധി പേരെ കാണാതായതായി കെനിയൻ ആഭ്യന്തര മന്ത്രാലയം. കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യാത്ത രാജ്യങ്ങളെ വിദേശ വിദ്വേഷം എന്ന് വിശേഷിപ്പിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇത്തരത്തിലുള്ള സ്വഭാവമാണ് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വിമർശനം. ദക്ഷിണ ചൈനയിലെ ഗാങ്ഡോങ്ങിൽ എക്സ്പ്രസ് വേ തകർന്ന് മരിച്ചവരുടെ എണ്ണം 48ആയി. പരിക്കേറ്റ 30 പേർ ചികിത്സയിൽ. അമേരിക്കയിൽ സ്കൂളിൽ തോക്കുമായെത്തി പരിഭ്രാന്തി പരത്തിയ വിദ്യാർത്ഥിനിക്ക് നേരെ വെടിയുതിർത്ത് പോലീസ്. അനുനയ ശ്രമം പരാജയപ്പെട്ടതോടെ വെടിയുതിർക്കുകയായിരുന്നു. UAEയിൽ മഴയ്ക്ക് ശമനം. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലെത്തി. പാർക്കുകളും ബീച്ചുകളും തുറന്നു. രാജ്യത്ത് യെല്ലോ അലേർട്ട് തുടരും. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. 2000 രൂപയുടെ 97% കറൻസി നോട്ടുകളും തിരിച്ചെത്തിയതായി RBI. പിൻവലിച്ച നോട്ടുകളിൽ 7,961 കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് ഇപ്പോഴും പൊതുജനങ്ങളുടെ കൈവശമുള്ളതെന്നും RBI. പുതിയ സുരക്ഷാ ഫീച്ചറുമായി വാട്സാപ്പ് തട്ടിപ്പ് അക്കൗണ്ടുകൾക്ക് വിലക്കേർപ്പെടുത്തും. അക്കൗണ്ട് റെസ്ട്രിക്ഷൻ എന്ന ഫീച്ചറിലൂടെ ഉപയോക്താക്കൾക്ക് തട്ടിപ്പ് അക്കൗണ്ടുകൾ റിപ്പോർട്ട് ചെയ്യാനും കഴിയും. രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും 750 മെഗാവാട്ട് സോളാർ പദ്ധതികൾക്കായി $400 മില്യൺ സഹായം തേടി അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. 5 പ്രമുഖ അന്താരാഷ്ട്ര ബാങ്കുകളിൽ നിന്നാണ് ധനസഹായം തേടിയത്. ഇന്ത്യയുടെ ഏപ്രിൽ മാസത്തെ കൽക്കരി ഉൽപാദനത്തിൽ വർധന. ഉൽപാദനം 7.4% ഉയർന്ന് 73.26 ദശലക്ഷം ടണ്ണിൽ എത്തി. ജൂണിൽ നടക്കുന്ന 2020 ലോകകപ്പിൽ USA-യും ദക്ഷിണാഫ്രിക്കയും സ്പോൺസർ ചെയ്യുമെന്ന് ഇന്ത്യൻ ഡയറി ഭീമനായ അമുൽ. അതത് ടീമുകളുടെ ക്രിക്കറ്റ് ബോർഡുകളാണ് വിവരം പുറത്തുവിട്ടത്. ഇന്ത്യൻ ബിവറേജ് ബ്രാൻഡായ കാംപാക്കോളയ്ക്കായി പുതിയ ബ്രാൻഡ് ക്യാമ്പയിൻ ആരംഭിച്ച റിലയൻസ്. വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പയിൻ. പുതിയ ചുവടുവെപ്പുമായി അംബാനി ഗ്രൂപ്പ്. ഇനി ഗൃഹോപകരണങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും. റിലയൻസ് വൈസർ എന്ന പുതിയ ബ്രാൻഡിൽ ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കും. കായിക വാർത്തകൾ. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് 2ാം തോൽവി. സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് 1 റണ്ണിന് പരാജയപ്പെട്ടു. 201 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ രാജസ്ഥാന്റെ ഇന്നിംഗ്സ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസിൽ അവസാനിക്കുകയായിരുന്നു. 77 റൺസ് എടുത്ത റിയാൻ പരാഗാണ് ടോപ്പ് സ്കോറർ. ഈ വർഷത്തെ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി ഹർദിക് പാണ്ഡ്യയെ തെരഞ്ഞെടുത്തതിനെ പ്രശംസിച്ച BCCI സീനിയർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ. വാർത്താസമ്മേളനത്തിലായിരുന്നു പ്രതികരണം. ഉറുഗ്വേ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ മാർട്ടിൻ ഷാവേസിനെ സ്വന്തമാക്കി ഗോകുലം കേരള. 25-കാരനായ മാർട്ടിൻ ഉറുഗ്വേയുടെ അണ്ടർ-17 ടീമിനായി കളിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് ലൂട്ടൺ ടൗൺ എവർട്ടനെ നേരിടും. മത്സരം രാത്രി 12:30. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യൻ വനിതകൾ. 3ാം 2020-ൽ 7 വിക്കറ്റ് ജയം. 118 റൺസ് വിജയലക്ഷ്യം 9 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 3-0 മുന്നിലാണ്. നോക്കാമേ കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായ കങ്കുവയെ പ്രശംസിച്ച് നടിയും സൂര്യയുടെ ജീവിത പങ്കാളിയുമായ ജ്യോതിക. താൻ ചിത്രത്തിന്റെ ചെറിയൊരു ഭാഗം കണ്ടിരുന്നുവെന്നും സൂര്യ തന്റെ 200% അധ്വാനവും സിനിമയ്ക്കായി നൽകിയിട്ടുണ്ടെന്നും ജ്യോതികയുടെ പ്രതികരണം. വൈറൽ ട്രെൻഡ്സ്. കൊച്ചുമകൾ ശ്രേഷ്ഠയോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി ഗായിക സുജാത മോഹൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രം വൈറലാകുന്നു. ഐലൈനർ ഉപയോഗിച്ച് സുജാതയുടെ കൈത്തണ്ടയിൽ ശ്രേഷ്ഠ എന്നെഴുതിയത് കാണാം. നോക്കാമിനി ഫാക്ട് ചെക്ക്. രാജസ്ഥാനിൽ കൊടും ചൂടിൽ വനിതാ സൈനികർ റോഡിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുവെന്ന് വ്യാജ പ്രചാരണം.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ബ്രസീലിൽ മഴക്കെടുതി രൂക്ഷം. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 29ആയി. 60 പേരെ കാണാനില്ല. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിന് സമീപം ഇസ്രയേൽ വ്യോമാക്രമണം. 8 സിറിയൻ സൈനികർക്ക് പരുക്ക്. പസഫിക്കിലെ ചൈനയുടെ സുരക്ഷാ നടപടികളിൽ ആശങ്ക അറിയിച്ച് ന്യൂസിലാൻഡ്. പ്രാദേശിക സുരക്ഷയെ അസ്ഥിരപ്പെടുത്തുന്ന നടപടിക്കെതിരെ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകി ന്യൂസിലാൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ്. ഇസ്രയേലുമായുള്ള വ്യാപാരം നിർത്തിവെച്ച് തുർക്കി. നടപടി ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ. ഗസയിലേക്ക് മതിയായ മാനുഷിക സഹായം ഇസ്രയേൽ സർക്കാർ അനുവദിക്കുന്നതുവരെ വ്യാപാരം നടത്തില്ലെന്ന് തുർക്കി വാണിജ്യ മന്ത്രാലയം. തെക്ക് കിഴക്കൻ ടെക്സസിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. റോഡുകൾ അടച്ചു. ബുഷ് ഇന്റർകോണ്ടിനെന്റ് വിമാനത്താവളം വെള്ളപ്പൊക്ക ബാധിതമായേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. അമേരിക്കയിലെ കണക്റ്റിക്കട്ടിൽ ഹൈവേയിൽ ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ച് തീപിടുത്തം. ഈസ്റ്റ് കോസ്റ്റിലെ ഹൈവേ അടച്ചു. ആളപായം ഇല്ല. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരെ സ്ത്രീപീഡന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ്. ഗവർണർക്കെതിരെ സ്ത്രീയുടെ പരാതിയുണ്ടെന്നും തൃണമൂൽ കോൺഗ്രസ് പറയുന്നു. ആരോപണം നിഷേധിച്ച് CV ആനന്ദബോസ്. KSRTC ഡ്രൈവറുമായുണ്ടായ തർക്കത്തിന്റെ പേരിൽ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സച്ചിൻ ദേവ് MLA. അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ പ്രൊഫൈലുകൾ പരിശോധിച്ച് പോലീസിൽ പരാതി നൽകിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്.